എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ സംഖ്യയായ 3 6 കൂടിയ 666 എന്ന സംഖ്യ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകൾ അനുഭവിച്ച വ്യക്തിയാണ്. ജീവിതം തുടങ്ങിയത് ഒരു നല്ല നിലയിൽ നിന്നാണ്. നല്ല നിലയിൽ നിന്ന് ജീവിതം തുടങ്ങി, ജീവിതം മോശമല്ലാത്ത ഒരു രീതിയിൽ അവസാനിപ്പിച്ചൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ നല്ല അവസരങ്ങളിലൂടെ ജീവിതം തുടങ്ങി, നല്ല പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങി. അവസാനം സംഘർഷങ്ങളുടേതായ ചില അടിപതറലുകൾ ജീവിതത്തിലുണ്ടായി. മികച്ച രീതിയിൽ ജീവിതം പോകും എന്ന് കരുതി, അല്ലെങ്കിൽ മികച്ച രീതിയിൽ തന്നെ ജീവിതം തുടങ്ങി. പക്ഷേ ജീവിതം ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം താഴ്ന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. അതായത് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത പദ്ധതികൾ, ഇപ്പോൾ നിങ്ങൾ ജനിച്ചതും നിങ്ങളുടെ തുടക്കവും നിങ്ങളുടെ ബാല്യവും സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള, സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾക്ക് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ പരീക്ഷണ ഘട്ടങ്ങൾ ഓരോന്നായി അനുഭവിച്ച് സങ്കീർണതകളിൽ വന്നു. ഒരുപാട് പേര് ഒറ്റപ്പെടുത്തി. നല്ല കാലത്ത് ഒരുപാട് പേര് സഹായിക്കാനും ഒരുപാട് പേര് ഒപ്പം നിൽക്കാനും ശ്രുതി പാലകരായിട്ട് ഒക്കെ കുറേ ആളുകളുണ്ടായി. നിങ്ങളുടെ സ്തുതിഗീതങ്ങൾ പാടിയ കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്നേഹം തുടക്കത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവരൊക്കെ എന്നും ആത്യന്തികമായി നിങ്ങളെ സ്നേഹിക്കുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ ആത്യന്തികമായി സ്നേഹിക്കുന്നവരായിരുന്നില്ല. അവർ നിങ്ങളെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് കൂടിയവരായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കി വന്നത് കുറേ നാളുകൾ കഴിഞ്ഞാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോശകാലഘട്ടം ഉണ്ടാകും എന്ന് അവർക്ക് തോന്നിയ സമയത്തും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോശം കാലഘട്ടമായിട്ട് നിങ്ങളിങ്ങനെ വരുന്ന സമയത്തും, ഈ സമയത്തൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അടിപതറുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുകയാണ്. ആ അവസരത്തിൽ അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. അവർ നിങ്ങളെ കൈയൊഴിയാൻ തുടങ്ങി. നിങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ഇനി ഒന്നുമില്ല. അപ്പോൾ അവരുടെ മുഖം മാറി. നിങ്ങളുടെ മുമ്പിൽ സഹായങ്ങൾക്ക് വേണ്ടി ഓച്ചാനിച്ച് നിന്ന ആളുകൾ, നിങ്ങളെ സ്നേഹിച്ച ആൾക്കാരാണ്, നിങ്ങളെ പൊക്കിയെടുത്ത് വെച്ച ആളുകളാണ്, നിങ്ങളെ വലിയ സ്ഥാനമാനങ്ങൾ തന്ന് നിങ്ങളുടെ സ്തുതിപാലകരായിരുന്നു, നിങ്ങളെക്കുറിച്ച് എത്ര നല്ലത് പറഞ്ഞാലും മതിയാകാത്ത ആളുകളായിരുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് നിങ്ങൾ കണ്ടു. അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അവർക്ക് നിങ്ങളോടൊരു ആത്മാർത്ഥതയും അവർ കാണിച്ചുമില്ല. അവർ നിങ്ങളെ നിഷ്കരുണം ഒഴിവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടായി. കാരണം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളുകൾ, ആത്മാർത്ഥമായി ജീവിതത്തിൽ സ്ഥാനം നൽകിയ ആളുകൾ, പെട്ടെന്ന് അവർ നിങ്ങളെ അവഗണിച്ചുകൊണ്ട്, പെട്ടെന്ന് അവർ നിങ്ങളെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ എന്നോട് പെരുമാറുന്നു, എന്തുകൊണ്ട് ഇവർ എന്നെ ഇങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമം അത് സംബന്ധിച്ചുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമായി തീർന്നു. പക്ഷേ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അതിൽ കൂടുതൽ നിങ്ങൾ സായുക്തമാക്കും. ഈ പരീക്ഷണഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഉയർക്കൊണ്ടുകൊണ്ട്, പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ, ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ പിന്തുണ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു വരുന്നൊരവസ്ഥയുണ്ട്. ആ രക്ഷപ്പെടലുകൾ അനവധി പേർ നിങ്ങളെ വഞ്ചിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അവർ നിങ്ങളെ കൈയൊഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതം പോയെന്നാണ് അവർ കരുതിയത്. പക്ഷേ നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉപജാപ സംഘങ്ങളായി ആരെയും ഇനി ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ആപത്ത് കാലത്ത് കൈയൊഴിഞ്ഞ, അല്ലെങ്കിൽ സഹായിക്കാതെ പോയ, കളിയാക്കിയ, കുത്തി നോവിച്ച ആളുകളെ നിങ്ങൾക്ക്
കൃത്യമായി കാണാൻ സാധിക്കും. അവരെ ഒഴിവാക്കുക, നിങ്ങളെ സ്നേഹിച്ച സഹായിച്ചവർക്കൊപ്പം നിന്ന് മുന്നേറുക, ആത്മവിശ്വാസത്തോടെ പോവുക. ഇപ്പോൾ മോശം കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ മോശം നിലയിലാണെങ്കിൽ, അല്ലെങ്കിൽ തകർന്നടിച്ച നിലയിലാണെങ്കിൽ ദുഃഖിക്കേണ്ട. ഉടൻ തന്നെ മുന്നേറ്റം ഉണ്ടാകും, വലിയ രീതിയിൽ എത്തിച്ചേരുകയും ചെയ്യും. അടുത്തായിട്ട് രണ്ടാമത്തെ പകലായ 555 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. എവിടെയും മനസ്സിന് തൃപ്തിയുള്ള, മനസ്സിന് ഉടമയാണ് നിങ്ങൾ. തൃപ്തിയുള്ള മനസ്സിന്, പണം ഉണ്ടായാലും ഇല്ലെങ്കിലും, കാര്യങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും, മനസ്സെപ്പോഴും സമാധാനപൂർണ്ണമാക്കി നിൽക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസം ഒരു ഘട്ടത്തിലും തകർന്നു പോയിട്ടില്ല. തനിക്ക് തൻ്റെ ശക്തിയുണ്ട്, തന്നെ സ്നേഹിക്കുന്ന, പിന്താങ്ങുന്ന തൻ്റെ ആ ഒരു ആത്മീയ ബലം എപ്പോഴും തൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ശക്തി നൽകുന്ന പിന്തുണയിൽ എന്നെന്നും തനിക്ക് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു അഗമമായ വിശ്വാസം നിങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ആ വിശ്വാസം നിങ്ങളെ തകർത്തിട്ടില്ല. ആരെയും വഞ്ചിച്ച് എന്തെങ്കിലും അല്പലാഭം നേടാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. സ്വാർത്ഥമായ നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ വിജയം ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. നിഷ്പക്ഷമായ, നിസ്വാർത്ഥമായ ജീവിത ശൈലി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ, ആ ശക്തിയുടെ അപാരമായൊരു പിന്തുണ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും സമ്പൂർണമായ അല്ലെങ്കിൽ സംതൃപ്തമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവില്ല. വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രചിച്ചില്ലെങ്കിലും, വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരു പോസിറ്റീവ് ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ കരുത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എന്നെന്നും ആ നല്ല മനസ്സ് നൽകിയൊരു കരുത്താണ്. ഉയർച്ചകളും താഴ്ചകളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും സമ്പൂർണമായ, സംതൃപ്തമായൊരു മനസ്സ് നിങ്ങളെ രക്ഷിക്കുന്നു. ഒരുപാട് പേർക്ക് നന്മ ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ നന്മ ജഗദീശ്വരൻ കാണും, നിങ്ങളുടെ ശക്തി കാണും. അതിലൂടെ നിങ്ങൾക്ക് നന്മ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കുമായി നൽകിയ നന്മ നിങ്ങളെ വിജയിക്കും. ആ പോസിറ്റീവ് എനർജിയുടെ കരുത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും. എന്നും ആത്മസംതൃപ്തിയും നിങ്ങൾക്ക് ഹൃദയത്തിൽ നേട്ടവും ഉണ്ടാവുന്നത് നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജിയുടെ കരുത്താണ്. അത് നിങ്ങളെന്നും സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ലോകം കീഴടക്കിയിട്ട് അല്ല ഒരാൾ സന്തോഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും കൃത്യമായി നടക്കും. അതിനൊരു മുട്ടലും ഉണ്ടാവില്ല. അതിൻ്റെ കറക്റ്റ് സമയത്ത് വെച്ച് നിങ്ങൾക്ക് ഈശ്വരൻ അതിൻ്റെ വിഭവങ്ങൾ സമ്മാനിക്കും. മറ്റുള്ളവരെ പോലെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട, മറ്റുള്ളവരെ പോലെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ശക്തി കൃത്യമായി നൽകും. അതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിച്ചുകൊള്ളുക. നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങൾക്കങ്ങനെ ആശങ്കയുമില്ല. എപ്പോൾ ഞാൻ വിജയിക്കും, എപ്പോൾ ഞാൻ പരാജയപ്പെടും, അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ പരാജയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ വിജയങ്ങൾക്ക് ശക്തി പകരാനും നിങ്ങളുടെ പോസിറ്റീവ് എനർജി പ്രതിജ്ഞാബദ്ധമാണ്. ആ നന്മ നിങ്ങൾക്ക് കിട്ടും. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും നന്മയുണ്ടാകും. നിങ്ങളുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന നല്ല മനസ്സാണ്. ആ മനസ്സിനെ നിങ്ങളുടെ ശക്തി കാണുകയും ആ മനസ്സിനെ നിങ്ങളുടെ ശക്തി പരിപോഷിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങളെന്നും ഒരു പോസിറ്റീവ് എനർജിയോടെ ജീവിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.